വരുമാന മാർഗം ബസ്സിൽ എന്ത് ചെയ്യും? വരുമാന മാർഗത്തിന് വീര്യം കുറഞ്ഞ മദ്യം കൂടി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കുടിപ്പിക്കാൻ അത് ബസ്സിൽ നിന്ന് കൊടുക്കാനാ? അപ്പോൾ ഇന്ന് ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖല നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പറയാൻ പറ്റും? എന്തെങ്കിലും ഡീസലും പെട്രോളും വില ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഇത് കൂടി ഫ്രീ ആക്കുന്നത് കൂടി പ്രിയദർശിനി ബസ്സിൽ പിന്നെ സ്ത്രീകൾ കയറാത്തൊരു അവസ്ഥ പ്രൈവറ്റ് ബസ്സിന് ഉണ്ടാകുന്നുണ്ട്. അവരെ കൂലി ഒന്നും കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കാണുന്നത്. അവര് ഈ ബസ് തന്നെ നിലക്കുമെന്നൊരു പേടി നമുക്കുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ബസ് നിന്ന് പോകുന്നില്ല ഒരു പേടിയുണ്ട്. അപ്പൊ ചേട്ടന്റെ പേരെന്താ? ധനീഷ്. അപ്പൊ സ്ഥിരമായിട്ട് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ? സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. ഓക്കെ. ചേട്ടാ ഏത് ബസ്സിലാണ് ഓടുന്നത്? ഞാൻ അശ്വിൻ എന്ന് പറഞ്ഞ് കണ്ണൂർ പയ്യന്നൂർ. ഇപ്പൊ കണ്ണൂർ പയ്യന്നൂരിന്റെ അവസ്ഥ എന്താ? അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധം തന്നെയാണ്. അതായത് പിന്നെ ഒരു 2000-2500 റുപ്യന്റെ വ്യത്യാസമുണ്ട് ഒരു ദിവസം കളക്ഷൻ. അതെന്ന് പറഞ്ഞാൽ വേറെ അതിനനുസരിച്ച് ഒന്നും കുറയുന്നില്ല. പണിക്കാരെ കൂലി കുറയുന്നില്ല, എണ്ണയിലൊരു കുറവില്ല, പിന്നെ സ്പെയർ പാർട്സ് അങ്ങനെ ആയിട്ട് ഒരു കുറവുമില്ലല്ലോ. അപ്പോൾ നഷ്ടം മുതലാളിക്ക് മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ, അതായത് പ്രിയദർശിനി തുടരുകയാണെങ്കിൽ പ്രൈവറ്റ് ബസിന്റെ അവസ്ഥ എന്താവും? വളരെ ദയനീയമായിരിക്കും. വളരെ ദയനീയ അവസ്ഥ തന്നെയായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനൊരു മാനദണ്ഡമില്ലാണ്ട് ഇവർ പെട്ടെന്നൊരു തീരുമാനം എടുത്ത പ്രശ്നം വന്നേ. ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ഒരു ശരിക്കും അർഹരായവർക്ക് കൊടുക്കുകയാണെങ്കിൽ വലിയ ഒരു നല്ല സർക്കാരിന് പേരുണ്ടായതിന് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായത്. ഇതിപ്പം വെറുതെ 80,000-90,000 ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ് ഇത് കയറുന്നത് ബസ്സിന്. അപ്പോ നമുക്ക് തോന്നുന്നത് ആദ്യത്തെ 1-2 ദിവസം അവർക്ക് ഇതിന്റെ സമയങ്ങളൊന്നും കിട്ടിയില്ല. മനസ്സിലാക്കി. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മൾ എന്റെ നാട് കൊയ്യത്താണ്. കൊയ്യത്തേക്ക് പോകുന്ന ബസ്സിന് ആള് കയറാതെ എത്ര വരെ KSRTC ഉണ്ട് അത്ര വരെ, അതായത് വളക്കയിലേക്ക് 23 റുപ്യ ചാർജാണ്, കൊയ്യത്തേക്ക് 28. ഇപ്പൊ വളക്കയിൽ ഇറങ്ങിയിട്ട് ആടുന്ന അങ്ങേക്ക് 10 റുപ്യ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത്ര പോലും ലാഭം നോക്കുന്നവരാണ്. അതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, സാധാരണക്കാർ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു 80% സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അതായത് സർക്കാർ ഇപ്പം പ്രൈവറ്റ് ബസ്സുകാര് ഇപ്പൊ പെട്ടെന്ന് പൊട്ടി വന്നവരല്ല, നേരത്തെ ഇവിടെ ഉണ്ടായവരാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോ പ്രൈവറ്റ് ബസ്സുകാരെ പരിഗണിക്കുന്ന രീതിയിൽ കൊണ്ടുവരണമായിരുന്നു. അത് തന്നെയാ പറഞ്ഞത്. അതായത് അവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് ഇത് എങ്ങനെ ഗുണകരമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ആലോചിച്ചിട്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ നടപ്പാക്കിയിട്ട് പെട്ടെന്ന് ജനങ്ങളെ കൈയടി നേടാതില്ല ചിന്താഗതിയിലാണ് ഇവർ മുന്നോട്ട് പോയത്. പക്ഷെ അത് മൊത്തത്തിൽ അബദ്ധമായിട്ടുള്ളത്. ഇതിപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ നികുതി പണം എടുത്തിട്ടാണ് ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഫ്രീ യാത്ര കൊടുക്കുന്നത്. അല്ലാതെ ഗവൺമെന്റ് പ്രത്യേക ഇതിന് വരുമാന സ്രോതസ് കണ്ടെത്തുന്നില്ല. അപ്പോൾ ഇപ്പം പ്രൈവറ്റ് ബസ്സിന് ഗവൺമെന്റിന് എന്തെങ്കിലും, അതായത് ഇത്ര പൈസ സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? അല്ലെങ്കിൽ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് ടാക്സ് കുറക്കുമായത്, പക്ഷെ അത് പുറത്തുള്ള ജനങ്ങളെ ധാരണ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ടാക്സ് ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ്. വലിയ എന്ന് പറഞ്ഞാൽ വലിയ തന്നെയാണ്. ശരിക്കും 26,000 ടാക്സ് ഉണ്ട്. അതിൽ പകുതിയായി ഇവരാക്കി. പകുതി ഒരു ഡെയിലി കൂട്ടുമ്പോൾ ഒരു 120-130 റുപ്യ വരുക. അതിനെ കൊണ്ട് മുതലാളി ഈ 2100 റുപ്യന്റെ നഷ്ടം സംഭവിച്ച് 100 റുപ്യ കിട്ടിയിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിന് 32 രൂപ കേരള സർക്കാർ ടാക്സ് വാറ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട്. പോരാതെ സെസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഒരാവശ്യമില്ലാതെ. അതായത് ഗവൺമെന്റ് കൊടുക്കേണ്ടതാ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ 2 റുപ്യ. ഇപ്പൊ ഈ ബസ് നമ്മളെ ബസ് ഇപ്പം ഒരു 90 എണ്ണ അടിക്കേണ്ടതാണ്. 90 എണ്ണ അടിക്കുമ്പോൾ ഡെയിലി നഷ്ടം വന്നില്ലേ? 2 റുപ്യ വെച്ച് ഒരു ലിറ്ററിന് 2 റുപ്യ. അത് മാസത്തേക്ക് കണക്കൂട്ടിയ എന്താവശ്യത്തിനാണ്? ഗവൺമെന്റ് കൊടുക്കേണ്ടത് പെൻഷനാണ്. അത് വേറെ വരുമാന മാർഗത്തിലൂടെ കണ്ടെത്തിയിട്ട് ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്. സാധാരണക്കാരായ ബസ്സുകാർ മാത്രമല്ല, ഞാനിപ്പോൾ എണ്ണ അടിച്ച് തളിപ്പുറമ്പ് അങ്ങോട്ട് പോകാൻ 1 ലിറ്റർ എണ്ണ വേണം. 2 റുപ്യ ഡെയിലി കൊടുത്തില്ലേ? മാസത്തിലോ 2 മാസത്തേക്ക് കൂടുമ്പോൾ എത്ര പൈസയായി? ശരിക്കും അതെല്ലാം നിർത്തലാക്കുക വേണ്ടത്. എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ 11 രൂപയും കേരള സർക്കാർ 31 രൂപയും 32 രൂപയും ഈ ഒരു പെട്രോൾ ഡീസൽ ഇനത്തിൽ മാത്രം 1 ലിറ്ററിൽ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കിട്ടണോ, അല്ലെങ്കിൽ ഈ പ്രിയദർശിനി പോലെയുള്ള സർവീസ് കൊണ്ട് എന്താണ്? ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നാ വേണ്ട വെച്ചാൽ സ്ത്രീകൾക്ക് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റിലടക്കം കൊടുക്കുക. എന്നിട്ട് ആ ബാധ്യതയും കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കുക. അല്ലാതെ വേറെ ഒരു രക്ഷയും കാണുന്നില്ല. അപ്പോൾ പ്രൈവറ്റിൽ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ അത് ഇപ്പം മുതലാളിമാർ പറയുന്ന ഒരു വാർത്ത 53 റുപ്യ കിലോമീറ്ററിന് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഒരു സാധാരണ നടപടി തന്നെയാണ്. അതായത് ഗവൺമെന്റിന് ഒരു 53 രൂപ, അതായത് ബസ് ഓരോ ബസ്സിനും അങ്ങനെ പറയപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ എന്തെങ്കിലും ഇളവ് കിട്ടിയാൽ മതിയാവില്ല. നിങ്ങൾ ടാക്സിൽ ഇളവ്, അല്ലെങ്കിൽ ടാക്സിൽ ഇളവ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ ചെറിയ തുച്ഛമായ പൈസ ടാക്സ് ഇളവ് കൂടി, അല്ലെങ്കിൽ പെട്രോളിൽ നിങ്ങൾക്ക് അടിക്കുന്ന പെട്രോൾ ഡീസലിന് ഇളവ് കിട്ടാം. അതെ, KSRTC ഇപ്പം കിട്ടും പോലെ ഒരു ഇളവ് ഡീസലിലും പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഗുണമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇതന്നെ ഇതിനൊരു മാനദണ്ഡം ഏർപ്പെടുത്തും. എന്ന് വെച്ചാൽ ഒന്നിപ്പോ കർണാടകത്തിൽ അല്ല, ഈ ബാക്കി ഗുജറാത്തിലുള്ള 65 വയസ്സ് കഴിഞ്ഞ്
ആണിനും പെണ്ണിനും, പിന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും, അതായത് ഒരു SLC താഴെയുള്ള കുട്ടികൾക്ക്, പിന്നെ 65 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു വരുമാനം ഇല്ലാത്തവർക്ക്, അതായത് ഒരു ഗതിയും ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇപ്പൊ AC ബസ്സിലടക്കാണ് ഗുജറാത്തിലെല്ലാം കൊടുക്കുന്നത്. അല്ല, അത് ഗുജറാത്തിലൊക്കെ അവർക്ക് സർക്കാരിന് ഒരുപാട് വരുമാനമുണ്ട്. ഇത് ഇവർ ആദ്യം മനസ്സിലാക്കുന്നില്ല. നമ്മളെ കേരള സർക്കാരിന് ആകെയുള്ള വരുമാനം ഈ ലോട്ടറി മദ്യമാണ്. വേറെ ഒരു വ്യവസായങ്ങളും ഇല്ല, ഒന്നുമില്ല, വരാനും സമ്മതിക്കുന്നില്ല. രണ്ട് സർക്കാർ, ഏത് സർക്കാർ ഭരിച്ചാലും പ്രൈവറ്റ് മേഖല ഒരു വ്യവസായമാണ്, അത് തകർക്കാനല്ലേ നോക്കുന്ന ഇവര്. അത് എന്നാ വെച്ചാണല്ലോ ഇവരിപ്പം ഈ മറ്റേ നമ്മളെ മന്ത്രി എന്നാ പറഞ്ഞ് അയാൾക്കൊന്നും ആലോചിക്കാനുള്ള ഇതില്ല. അയാൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണം. എന്നാ ചെയ്യാ? ബസ്സിൽ കണ്ടക്ടർ ഡ്രൈവർ ഇരുന്നിട്ട് കടല വെക്കുവാണ്ട് ഒരു വരുമാന മാർഗം, ഈ വേറൊരു വരുമാനം എന്നാ പറയുന്നത്. അത് അവരെന്നാ പിന്നെ അവര് ഇത് ചെയ്ത് തരുക. പുതിയൊരു രീതി അവർ ചെയ്തു. വരുമാന മാർഗം എന്നാ പറയുക. വരുമാന മാർഗം ബസ്സിൽ എന്ത് ചെയ്യും? വരുമാന മാർഗത്തിന് വീര്യം കുറഞ്ഞ മദ്യം കൂടി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കുടിപ്പിക്കാൻ, അത് ബസ്സിൽ നിന്ന് കൊടുക്കാനാ? അല്ല, അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. അതൊന്നും നടപ്പിലാകാത്ത കാര്യം. എന്താ ഈ നമ്മളിപ്പം ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്, ഈ സാധാരണക്കാർ മദ്യം കുടിക്കുന്നില്ലേ? ഇപ്പൊ വലിയ വലിയ ആൾക്കാർ ലിറ്ററിന് 1000-1500 റുപ്യ മദ്യം കുടിക്കുന്നു. സാധാരണക്കാർ, ബസ് പണിക്കാർ അടക്കുന്നു, സാധാരണ തൊഴിലാളികൾ ഏറ്റവും വില കുറഞ്ഞ മദ്യം മേടിച്ച് കുടിക്കുന്നു. അതൊന്നാണ്. അതിപ്പം നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. അത് ഏത് മദ്യമായാലും ജനങ്ങൾ കുടിക്കും. അതിലും വീര്യം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ സർക്കാരിനും ഇതിനകത്ത് ഇടപെടുന്ന ആൾക്കാർക്കും കോൺട്രാക്ട് അബ്കാരികൾക്ക് മാത്രമേ ലാഭമുള്ളൂ. സാധാരണക്കാരന് ഈ ഒരു ഗുണവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എന്താണ് ഈ നിങ്ങൾ ഇപ്പം ഈ പ്രൈവറ്റ് മേഖല, അതായത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എനിക്ക് തോന്നുന്നു കണ്ണൂർ പയ്യന്നൂർ വാഹനങ്ങൾക്കാണ്, ബസ്സുകൾക്കാണ്. കണ്ണൂർ, കാസർഗോഡ്, പയ്യന്നൂർ വണ്ടിക്കന്നെയാണ് ഭയങ്കര ബാധിച്ചത്. അപ്പോൾ ഇടയിൽ ഓരോ പ്രിയദർശിനി ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങൾ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകുന്നവർ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പോകുന്നവർ, അവർക്ക് ആ സമയം നോക്കി അവർ കണ്ടുപിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഓടുന്നത്. അപ്പോൾ എന്താണ് ഇനി മാർഗം? ഇതേ ഉള്ളൂ. ഒന്നിക്കൽ പ്രൈവറ്റിലും കൂടി സ്ത്രീകൾക്ക് യാത്ര, സ്ത്രീകൾക്ക് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾ അടക്കം പ്രൈവറ്റിലും കൊടുക്കുക. അതിൻ്റെ ഇത്ര ശതമാനം വെച്ചിട്ട് പ്രൈവറ്റുകാർക്ക് കൊടുക്കുക. ഏതായാലും ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ചെയ്യാം. ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു മാറ്റം വരുത്തുക. അതല്ലാതെ ഇനിയിപ്പോ ഇത് പ്രിയദർശിനി തുടരുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് മേഖല അനിശ്ചിതകാല സമരത്തിലേക്കോ? സമരാക്കിയിട്ട് എന്താ ചെയ്യുക? പ്രൈവറ്റ് വ്യവസായം നശിച്ചു പോവുക. ഒരു 2-3 ദിവസം ഇപ്പം G-ഫോം കൊടുത്തിട്ട് വെക്കുമെന്ന് പറയുന്നത് കാസർഗോഡ് ബസ്സുകാർ. ബസ് 3 മാസം വെക്കുമ്പോൾ ബസ് നശിച്ചു പോവുക. ഇതിൻ്റെ പാർട്സുകളും ടയറും ബാറ്ററിയും എല്ലാം നഷ്ടത്തിലേക്ക് കലാശിക്കുക. അതിനെക്കൊണ്ട് കാര്യമുണ്ട്. 3 മാസം കഴിഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും കയറ്റി വെക്കുക. ഈ ബസ് 10-40 ലക്ഷം റുപ്യ മുതലിട്ടിട്ടാണ് ഈ ബസ് ഇറക്കുന്നത്. ആ ബസ് നശിച്ചു പോലെ ചെയ്യാം. 2-3 ദിവസം ഓടാണെന്നാൽ തന്നെ ബാറ്ററി ഇറങ്ങിപ്പോവും, ടയറും എല്ലാം നശിക്കും. ഏകദേശം ഒരു മാസം ഒരു പുതിയ ബസ്സിന് 1.5 ലക്ഷം രൂപ എടുത്ത് അടവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവല്ലോ, ടാക്സ് അടവൊക്കെ. അപ്പൊ അതെങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? എങ്ങനെയും കണ്ടെത്താം. ഇത് തുടർന്ന് പോകാണെങ്കിൽ എങ്ങനെയും കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2000-2500 റുപ്യ വരുമാന നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പണിയെടുക്കേണ്ട പൈസയാണ് അതിൽ വരുന്നത്. എന്താണ് ഇപ്പം പ്രൈവറ്റ് ബസ് മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം? ബസ് ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര നൽകിയോടുകൂടിയിട്ട് ഈ മേഖല ഇനി തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ മന്ത്രി പറയുന്നത് അനുബന്ധ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അനുബന്ധ കാര്യങ്ങൾ ചെയ്താലൊന്നും ഇത് തിരിച്ചു വരാൻ കഴിയില്ല. അതുപോലെ ഇപ്പം ടാക്സ് പൈസ പകുതിയായി കുറച്ചു എന്ന് പറയുന്നു. അതൊന്നും ഈ മേഖലക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഒരു കാര്യമല്ല. കാരണം ഒരു ദിവസം 150-200 റുപ്യേൻ്റെ മെച്ചം മാത്രമാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുക. 3000 റുപ്യ 4000 റുപ്യേൻ്റെ കുറവ് വരുന്ന ഒരു ബസ്സിലാണ് 200 റുപ്യ ഒരു ദിവസം ലഭിക്കുക. അതിനെക്കൊണ്ട് ഈ മേഖല രക്ഷപ്പെടാൻ കഴിയില്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് അർഹതപ്പെട്ട ചെറിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേക എന്തെങ്കിലും ഒരു സംവരണം, ഈ സൗജന്യ യാത്ര കാർഡ് മുഖാന്തരം അനുവദിച്ചോട്ടെ. അല്ലാതെ ഈ മേഖല നിലനിർത്താൻ കഴിയില്ലല്ലോ. അതുപോലെ KSRTCക്ക് കിട്ടുന്ന പോലെ അതേ റേറ്റിൽ ഡീസൽ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല, ഡീസൽ കിട്ടിയാലും നിലനിൽക്കാൻ കഴിയില്ല. KSRTCക്ക് ഇപ്പം സബ്സിഡി ഒന്നും ഡീസൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റിന് ഇപ്പോൾ ഡീസലിന് 8000-9000 റുപ്യ അടിക്കുന്ന ഡീസലിന് 1000 റുപ്യ കുറച്ചതിനെ കൊണ്ടൊന്നും ഈ മേഖല രക്ഷപ്പെടില്ല. രക്ഷപ്പെട്ടെങ്കിൽ യാത്രക്കാർ കയറണ്ടേ? ഈ മേഖലയിൽ ഈ ബസ് വ്യവസായം നിലനിൽക്കേണ്ടെങ്കിൽ യാത്രക്കാർ വേണം. അല്ലാതെ ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് ഇന്ന് വളരെ ചെറിയൊരു ചാർജാണ്. ആ ചാർജിൽ ചെറിയൊരു വർധന വരുത്തുക. അതുപോലെ മുൻകാലങ്ങളിലെ പോലെ തന്നെ ബസ് വ്യവസായത്തെ പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് നിലനിർത്താൻ ആവശ്യമായ പാക്കേജ് ഉണ്ടെങ്കിൽ അത് പറയട്ടെ, ഗവൺമെൻറ് പറയട്ടെ. പാക്കേജ് എന്നതുകൊണ്ടെങ്കിൽ അത് പറയുന്നില്ല. ഇത് അനുബന്ധം എന്ന് പറയുന്ന ഇതിനെ മേലെ ഒരു പോസ്റ്റ് ഒട്ടിച്ചതിനെ കൊണ്ടോ അല്ലെ പരസ്യത്തിന് അനുമതി നൽകിയതിനെ കൊണ്ടൊന്നും ഈ മേഖല രക്ഷപ്പെടില്ല. അതുപോലെ തന്നെ ഈ ഒരു അനൗൺസ്മെന്റ്, അതായത് ഈ ഒരു പ്രഖ്യാപനം, പ്രൈവറ്റ് ബസ്സിന് അല്ലെങ്കിൽ പ്രിയദർശിനിയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഈ ബസ്സുകളൊക്കെ നേരത്തെ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് പ്രൈവറ്റ് ബസ്സുകൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒരു
ഇത് മറികടക്കാൻ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല. ഈ ബസ്സിനകത്ത് യാത്രക്കാർ കയറാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ഗവൺമെൻറ് എടുത്തടിക്കുന്ന പോലെയുള്ള തീരുമാനം എടുത്തു. ഇതിനെക്കുറിച്ച് ഒരു പഠനമോ ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. വലിയൊരു വ്യവസായമാണ്. ഇന്ന് കൈത്തറിയും കശുവണ്ടിയും എല്ലാ മേഖലയും തകർന്ന് സംഘടിത മേഖല എന്ന് പറയാനില്ല, മോട്ടോർ മേഖലയാണ്. അത് ബസ്സായാലും ഓട്ടോറിക്ഷ ആയാലും പിന്നെ ടാക്സി ആയാലും ആ മേഖല കൂടി തകർന്ന ഇവിടുത്തെ ജനത്തിൻ്റെ സ്ഥിതി എന്താവും? ഏറ്റവും അസംഘടിതരായിട്ട് പിന്നെ പ്രയാസം അനുഭവിക്കുന്ന തൊഴിലാളികൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ 600 റുപ്യക്കെല്ലാം ചില തൊഴിലാളികൾ പണിയെടുക്കുന്നു. 1200 റുപ്യ വേതനം ലഭിച്ച തൊഴിലാളി ഇന്ന് 600 റുപ്യക്കാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരെ പകുതിയിലേക്ക് പോയി. അതും എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ പോകുന്നു. കാരണം KSRTCൻ്റെ പിന്നെ ഈ ഒരു പ്രൈവറ്റ് ബസ് കയറി അടുത്ത ജംഗ്ഷൻ ലോഡിങ് ഇറങ്ങിയ KSRTC കിട്ടുമെങ്കിൽ അവിടത്തേക്ക് യാത്രക്കാർ പോകുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇതിന് പരിഹരിക്കാൻ ഗവൺമെൻറ് കൃത്യമായൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മുന്നോട്ട് പോകാനേ കഴിയില്ല. അതായത് ഈ ഒരു VD സതീശൻ സർക്കാർ പ്രൈവറ്റ് മേഖലയുടെ കുളം തോണ്ടാനായിട്ട് പ്രൈവറ്റ് മേഖലേൻ്റെ ഈ ബസ് വ്യവസായത്തിൻ്റെ കുളം തോണ്ടുന്നുള്ളൂ. മറ്റ് മേഖലയിൽ നല്ലവണ്ണം പ്രൈവറ്റിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് മേഖലയും ഗവൺമെൻറ് മേഖലയും നിൽക്കണം. ഇത് KSRTC നിലനിന്നാലേ പ്രൈവറ്റും നിലനിൽക്കുള്ളൂ. അപ്പോൾ നിലവിലുള്ള എല്ലാ ബസ്സുകൾക്കും ഓടാൻ ആവശ്യമായ എന്താണോ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്, KSRTCക്ക് ഓടണം. അതുപോലെ അതിലെ തൊഴിലാളിക്കും ജീവനക്കാർക്കും വരുമാനം വേണം, പ്രൈവറ്റിലെ തൊഴിലാളികൾക്കും വേണം. ആ രീതിയിലുള്ള ഒരു തീരുമാനം വേണം. അല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയെ നശിപ്പിച്ച് മറ്റൊരു മേഖലയെ സംരക്ഷിക്കുക എന്നുള്ള ഇനി എത്ര കാലം ഗവൺമെൻറ് സൗജന്യം കൊടുക്കുക? ഗവൺമെൻറ് ഫണ്ട് മറ്റ് മേഖലയിൽ നിന്ന് തിരിച്ചിട്ടല്ലേ ഇതിന് കൊടുക്കുന്നു. അങ്ങനെ നിലനിർത്താൻ കഴിയില്ലല്ലോ. ആ രീതിയിൽ അതുപോലെ ഒരു ആനുകൂല്യം നിങ്ങൾക്കും കിട്ടിയാലോ? 50 രൂപ ഒരു ആനുകൂല്യം കിട്ടിയാൽ അല്ല, അങ്ങനെയാണെങ്കിൽ KSRTCക്ക് കൊടുക്കുന്ന പോലെ ഇതിലും സ്ത്രീകൾ കയറിയിട്ടാമോ എത്രയാണോ ടിക്കറ്റ് ആ പൈസ ഇവർ കൊടുത്തോട്ടെ, ഗവൺമെൻറ് കൊടുത്തോട്ടെ. 1 കിലോമീറ്ററിന് 50 രൂപ വെച്ചിട്ട് അല്ല, അങ്ങനെ ഒരു കിലോമീറ്ററിൻ്റെ കണക്ക് വെച്ചിട്ട് 50 റുപ്യ തന്നാലും ഓടാൻ കഴിയില്ലല്ലോ. ഗവൺമെൻറ് വേണ്ടത് KSRTCക്ക് ഇന്ന് കയറിയ യാത്രക്കാരുടെ എണ്ണം കണക്കാക്കിയിട്ട് ഗവൺമെൻറ് പിന്നെ അത് സൗജന്യ യാത്ര നൽകുന്ന സ്ത്രീകളെ കണക്കായിട്ട് ഗവൺമെൻറ് KSRTCക്ക് പൈസ കൊടുക്കാമെന്നാണ് പറയുന്നത്. അത് പ്രൈവറ്റിന് നിലനിർത്തിക്കോട്ടെ, എന്നാൽ പ്രശ്നമില്ലല്ലോ. അതിൻ്റെ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് ഇന്ന് ഭീമമായ ഒരു വ്യവസായ പിന്നെ ഉടമകളൊന്നുമല്ല, ദൈനംദിനം ജീവിച്ചു പോകാനായ ഉടമകൾ തന്നെയുള്ളു. അതുപോലെ തന്നെ തൊഴിലാളി അതിൻ്റെ അനുബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാ രീതിയിലും തൊഴിലാളി അവരോട് സഹകരിക്കുന്ന തൊഴിലാളിയാണ്. അപ്പോൾ അതിനാവശ്യമായ ഒരു 10,000 എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയാണ്. അപ്പോൾ അത് നശിപ്പിക്കുമെന്ന് പെട്ടെന്ന് അതെ. പിന്നെ ഗവൺമെൻറ് ജീവനക്കാർക്കാണ് ഇതിൻ്റെ ആനുകൂല്യത്തിൽ വലിയൊരു ഭാഗം ലഭിക്കുന്നത്. കാരണം പണ്ടേ സർക്കാർ പിന്നെ ഓഫീസുകളെ സമയം നിശ്ചയിച്ചിട്ടാണ് KSRTCനെ പിന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആർക്കും കൊടുക്കുന്നതിന് നമ്മൾ ഇതിലല്ല. പക്ഷേങ്കിൽ ഈ മേഖലയെ നിലനിർത്താൻ ആവശ്യമായ എന്താണോ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുക അത് ചെയ്യും. അപ്പോൾ പ്രൈവറ്റ് മേഖല ഇന്ന് നേരിടുന്ന വലിയൊരു ദുരിതമാണ്. കാരണം ഇവർക്ക് ദൈനംദിന ആവശ്യങ്ങൾ, അതായത് ഡ്രൈവർമാരുടെ ശമ്പളം, അതുപോലെ തന്നെ ബസ് കണ്ടക്ടർമാരുടെ ശമ്പളം ഒന്നും ഇവർക്ക് നൽകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഈ പ്രൈവറ്റ് ബസ് മേഖല കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു പ്രസ്ഥാനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രൈവറ്റ് ബസ്സുകൾ, വിവിധ റൂട്ടുകളിൽ ഈ പ്രൈവറ്റ് ബസ് മാത്രമാണ് ഉള്ളത്.